ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ബോട്ടണി ഓൺലൈൻ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പോളിനേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയും. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്, അതായത് മെജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ് ആൻഡ് പോളൻ ഗ്രെയിൻസ് ആർ ലൈക്ലി ടു കം ഇൻ കോൺടാക്ട് വിത്ത് സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. സാധാരണ നമുക്കറിയാം, മിക്കവാറും എല്ലാ ഫ്ലവേഴ്സും എടുത്തു കഴിഞ്ഞാൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സാണ്. മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻസ് ഒരു ഫ്ലവർ തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പൂക്കളാകുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഓട്ടോഗാമി, അതായത് സെൽഫ് പോളിനേഷനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചില പ്ലാന്റ്സിൽ ഈ ഓട്ടോഗാമി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്കുകളുണ്ട്. അത് പ്ലാന്റിൽ തന്നെ ഓൾറെഡി പ്രസൻ്റ് ആണ്. അപ്പോൾ അത് എന്തൊക്കെയാണ്? അതാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗാമി തടയാനായിട്ട് ഫ്ലവേഴ്സിൽ കാണപ്പെടുന്ന മെക്കാനിസംസ് ഒരു 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ, ഇൻ സം സ്പീഷീസ് പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റെസെപ്റ്റിവിറ്റി ആർ നോട്ട് സിങ്ക്രണൈസ്ഡ്. Either the pollen is released before the stigma becomes receptive or stigma becomes receptive much before release the pollen. അതായത് ഇപ്പോൾ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്തെന്ന് വിചാരിക്കുക. പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് എവിടെ എത്തും? സ്റ്റിഗ്മയിൽ. അപ്പോൾ സ്റ്റിഗ്മ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, അതായത് പോളൻ ഗ്രെയിൻസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് കാണില്ല. അതായത് സ്റ്റിഗ്മ മെച്ചുറായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും? നശിച്ചു പോകും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്, പോളൻ ഈസ് റിലീസ്ഡ് ബിഫോർ സ്റ്റിഗ്മ ബിക്കംസ് റെസെപ്റ്റീവ്. അതായത് ഒന്നുകിൽ പോളൻ ഗ്രൈൻസ് സ്റ്റിഗ്മ റെസെപ്റ്റീവ് ആവുന്നതിന് മുമ്പ് പോളൻ ഗ്രൈൻസ് റിലീസ് ചെയ്യും. അല്ലെങ്കിലോ സ്റ്റിഗ്മ റെസെപ്റ്റീവ് ആയതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 കേസിലും എന്ത് നടക്കില്ല? ഓട്ടോഗാമി അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കില്ല. ഇനി ചില സ്പീഷീസുകളിൽ ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസ്. ഇനി ആന്തറും സ്റ്റിഗ്മയും 2 പൊസിഷനിലായിരിക്കും. ഇതിപ്പോൾ ആന്തറും സ്റ്റിഗ്മയും ഒരേ ലെവലിലാണെങ്കിലേ സെൽഫ് പോളിനേഷനുള്ള ചാൻസ് കൂടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ 2 ലെവലിലാണെങ്കിൽ, ഇപ്പോൾ സ്റ്റിഗ്മ ഉയർന്ന് നിൽക്കുകയാണ്, സ്റ്റേമൻ അല്ലെങ്കിൽ ആന്തർ എന്ന് പറയുന്നത് താഴ്ന്ന് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് താഴോട്ട് പോവുകയല്ലേ ഉള്ളൂ. ഒരേ ലെവലിലാണെങ്കിൽ മാത്രമേ സെൽഫ് പോളിനേഷനുള്ള ചാൻസ് കൂടുകയുള്ളൂ. അപ്പോൾ 2 ലെവലിലാകുമ്പോഴത്തേക്ക് പോളിനേഷൻ അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കില്ല. അപ്പോൾ അതും എന്ത് ചെയ്യും? ഓട്ടോഗാമി പ്രിവെൻറ്റ് ചെയ്യും. In some other species, the anther and stigma are placed at different positions so that the pollen cannot come in contact with the stigma of the same flower. ഇതും എന്ത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെക്കാനിസമാണ്? ഓട്ടോഗാമി പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെക്കാനിസം. ഇനി 3ാമത്തെ ഡിവൈസ് എന്ന് പറയുന്നത്, അത് തേർഡ് ഡിവൈസ് ടു പ്രിവെൻറ്റ് ഇൻബ്രീഡിംഗ് ഈസ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. എന്താണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞുതരാം. This is a genetic mechanism and prevents self-pollen from fertilizing the ovules by inhibiting pollen germination or pollen tube growth in the pistil. അപ്പോൾ ഇവിടെ അഥവാ പോളിനേഷൻ നടന്നാലും എന്ത് നടക്കില്ല? പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യില്ല, പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് നടക്കില്ല. മനസ്സിലായോ? അപ്പോൾ അതിനെയാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. Another device to prevent self-pollination is the production of unisexual flowers. ഇനി വേറൊരു മെക്കാനിസം ഉണ്ട്, അതെന്ന് വെച്ചാൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആകുമ്പോൾ അവിടെ എന്തായാലും സെൽഫ് പോളിനേഷൻ്റെ ചാൻസ് കുറയും. ഇൻ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ present on the same plant such as castor and maize, it prevent autogamy. ഇനി if both male and female flowers are present on the same plant, ഇത് രണ്ടും, അതായത് മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഒരേ പ്ലാന്റിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ, നമ്മുടെ കാസ്റ്റർ, ആവണക്ക്, അതുപോലെ മെയ്സ്, ചോളം, അത് അതായത് മൊണേഷ്യസ് അറിഞ്ഞൂടെ?
മൊണേഷ്യസ്, നമ്മൾ ഡയേഷ്യസും മൊണേഷ്യസും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് മൊണേഷ്യസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഇഫ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ പ്രസൻറ്റ് ഓൺ ദ സെയിം പ്ലാന്റ് such as example castor and maize, it prevents autogamy but not geitonogamy. Autogamy, geitonogamy അറിയാലോ. In several species such as papaya, male and female flowers are present on different plants. അത് നമുക്കറിയാം. പപ്പായ പോലുള്ള പ്ലാന്റ്സിൽ മെയിൽ പ്ലാന്റ് തന്നെ വേറെ, അതുപോലെ ഫീമെയിൽ പ്ലാന്റ് തന്നെ വേറെയാണ്. രണ്ടും രണ്ട് പ്ലാന്റ് ആണ്. This condition also prevents autogamy and geitonogamy. അപ്പോൾ ഇത്രയാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിൽ വരുന്നത്. അപ്പോൾ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗ്യാമി പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെക്കാനിസംസ് അല്ലെങ്കിൽ ഡിവൈസസ് ആണ്. ഇനി അടുത്തത് പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷൻ. എന്താണ് പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷൻ എന്ന് നോക്കാം. Pollination does not guarantee the transfer of right type of pollen. അതായത് ഇപ്പോൾ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു, വളരെ വിശദമായിട്ട് കണ്ടു. പോളിനേഷൻ സഹായിക്കുന്ന ഏജൻസ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പോളിനേഷൻ നടക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഈ പോളിനേഷൻ എന്ന് പറയുന്നത് പല പൂക്കളിലും, ഇപ്പോൾ പോളിനേറ്റിംഗ് ഏജൻസ്, ഇപ്പോൾ എക്സാമ്പിൾ ബി അല്ലെങ്കിൽ ബട്ടർഫ്ലൈ, അത് ഒരേ സ്പീഷീസിൽപ്പെട്ട പൂക്കളിൽ മാത്രമേ പോവുള്ളൂ. അല്ല, പല വ്യത്യസ്ത വർഗത്തിൽപ്പെട്ട പൂക്കളിൽ പോയിട്ടാണ് ഇങ്ങനെ ഓരോരോ പൂവിലേക്ക് മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ ചിറകിലും കാലിലും ഒക്കെ വ്യത്യസ്ത തരത്തിലുള്ള പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ 4 മണിച്ചെടിയിൽ നിന്ന് തേനെടുത്തിട്ട് അല്ലെങ്കിൽ അതിലെ പോളൻ ഗ്രെയിൻസിനെയും കൊണ്ട് വേറൊരു ചെടിയിലേക്ക്, അതായത് നമ്മുടെ ചെമ്പരത്തിയോ തെറ്റിയോ അതിലേക്ക് പോവുകയാണ്. അപ്പോൾ രണ്ടും രണ്ട് സ്പീഷീസാണ്. അപ്പോൾ അങ്ങനെ പോളിനേഷൻ നടന്നതുകൊണ്ട് ഉപയോഗമുണ്ടോ? ഇല്ല. പോളൻ ഓഫ് ദ റോങ് ടൈപ്പ് എയ്തർ ഫ്രം ദ അതർ സ്പീഷീസ് ഓർ ഫ്രം ദ സെയിം പ്ലാന്റ് ഇറ്റ്സ് ഓൾസോ ലാൻഡ് ഓൺ ദ സ്റ്റിഗ്മ. അപ്പോൾ സെയിം ഫ്ലവറിൽ പോളൻ ഗ്രെയിൻ അതേ സ്പീഷീസിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ സ്റ്റിഗ്മയിൽ പതിക്കാം. ഇപ്പോൾ 4 മണിച്ചെടിയിലെ പോളൻ ഗ്രെയിൻസ് എടുത്തിട്ട്, ഇപ്പോൾ വെളുത്ത പൂക്കളുണ്ടാകുന്ന 4 മണിച്ചെടിയിൽ നിന്ന് പോളൻ ഗ്രെയിൻസിനെ എടുത്തുകൊണ്ട് ചുവന്ന കളർ പൂക്കളുണ്ടാകുന്ന 4 മണിച്ചെടിയിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അത് രണ്ടും എന്താണ്? ഒരേ സ്പീഷീസാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് നടക്കാം? കറക്റ്റ് പോളിനേഷൻ നടക്കാം. ഇനി അല്ല, അതിൽ നിന്ന് 4 മണിച്ചെടിയിൽ നിന്ന് പോളൻ ഗ്രെയിൻസിനെ എടുത്തിട്ട് തെറ്റി ചെടിയിലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ പോളിനേഷൻ നടക്കുമോ? ഇല്ല. അതാണ് പറഞ്ഞത്. പോളൻ ഓഫ് റോങ് ടൈപ്പ് ഓർ എയ്തർ ഫ്രം അതർ സ്പീഷീസ് ഓർ ഫ്രം ദ സെയിം പ്ലാന്റ് ഓൾസോ ലാൻഡ് ഓൺ ദ സ്റ്റിഗ്മ. അപ്പോൾ അത് എല്ലാം എവിടെ പതിക്കാൻ സാധ്യതയുണ്ട്? സ്റ്റിഗ്മയിൽ പതിക്കാനുള്ള സാധ്യതയുണ്ട്. ദ പിസ്റ്റിൽ ഹാസ് ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് ദ പോളൻ. പക്ഷേ ഈ പിസ്റ്റിലിന് എന്തിനുള്ള കഴിവുണ്ടെന്നറിയാവോ? ഈ പോളൻ ഗ്രെയിൻസിനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അത് ശരിയായ രീതിയിലുള്ള പോളനാണോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള പോളനാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പിസ്റ്റിലിനുണ്ട്. റൈറ്റ് ടൈപ്പ് പോളനാണെങ്കിൽ അതിനെ നമ്മൾ കോമ്പാറ്റിബിൾ എന്നാണ് പറയുന്നത്. കോമ്പാറ്റിബിൾ. ഇനി റോങ് ടൈപ്പ് ആണെങ്കിൽ അതിനെ ഇൻകോമ്പാറ്റിബിൾ എന്ന് പറയും. ഇഫ് ഇറ്റ് ഈസ് ഓഫ് ദ റൈറ്റ് ടൈപ്പ്, ദ പിസ്റ്റിൽ അക്സെപ്റ്റ്സ് ദ പോളൻ ആൻഡ് പ്രൊമോട്ട്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ഓർ പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സ്. ഇനി ശരിയായ രീതിയിലുള്ള പോളനാണെങ്കിൽ അതെന്ത് പ്രൊമോട്ട് ചെയ്യും? പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യും. അതായത് പോളിനേഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യും. ഇനി റോങ് ടൈപ്പ് ആണെങ്കിലോ അവിടെ അത് ആ പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യില്ല. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഫെർട്ടിലൈസേഷൻ, അല്ലേ? ഇഫ് ഇറ്റ് ഈസ് റൈറ്റ് ടൈപ്പ്, ദ പിസ്റ്റിൽ അക്സെപ്റ്റ്സ് ദ പോളൻ ആൻഡ് പ്രൊമോട്ട്സ് പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സ് ദാറ്റ് ലീഡ്സ് ടു ഫെർട്ടിലൈസേഷൻ. ഇനി റോങ് ടൈപ്പ് ആണെങ്കിൽ അത് പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യുകയില്ല. എന്ത് നടക്കുകയില്ല? ഫെർട്ടിലൈസേഷൻ നടക്കുകയില്ല. ഇഫ് ദ പോളൻ ഈസ് ഓഫ് റോങ് ടൈപ്പ്,
The pistil rejects the pollen by preventing pollen germination on the stigma or the pollen tube in the style. ഇനി തെറ്റായ രീതിയിലുള്ള പോളൻ ഗ്രെയിൻസ് ആണ് സ്റ്റിഗ്മയിൽ പതിക്കുന്നതെങ്കിൽ പിസ്റ്റിൽ എന്ത് ചെയ്യും? ഈ പോളനെ റിജക്റ്റ് ചെയ്യും. എങ്ങനെ? ബൈ പ്രിവെൻറ്റിങ് പോളൻ ജെർമിനേഷൻ. സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻസ് പതിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ ഇരുന്നിട്ട് പോളൻ ട്യൂബായിട്ട് സ്റ്റൈലിലൂടെ വളർന്ന് ഓവറിയിലെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പോളൻ ട്യൂബിൻ്റെ ജെർമിനേഷൻ അല്ലെങ്കിൽ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനെ ആര് തടയും? പിസ്റ്റിൽ തടയും. The ability of the pistil to recognize the pollen followed by its acceptance or rejection is the result of a continuous dialogue between pollen grain and the pistil. അപ്പോൾ പിസ്റ്റിലിന് നമ്മൾ നേരത്തെ പറഞ്ഞു, പിസ്റ്റിലിന് ഈ കറക്റ്റ് ടൈപ്പ് പോളനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ റോങ് ടൈപ്പ് ആണെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യാനുമുള്ള കഴിവുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ, അതായത് പോളൻ ഗ്രെയിനും പിസ്റ്റിലും തമ്മിലൊരു എന്താ പറയുക, ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. ആ ഇൻട്രാക്ഷനാണ് എന്തിനു സഹായിക്കുന്നത്? പോളൻ ഗ്രെയിനെ സ്വീകരിക്കണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്ന് പിസ്റ്റിൽ തീരുമാനിക്കുന്നത് ഈ പോളൻ ഗ്രെയിൻ്റെയും പിസ്റ്റിലിൻ്റെയും ആ ഒരു ഇൻട്രാക്ഷൻ മൂലമാണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോമ്പാറ്റിബിൾ പോളിനേഷനാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. കറക്റ്റ് പോളൻ ഗ്രെയിൻ ആണ് വന്നത്. അത് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും? പോളിനേഷൻ നടക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റിഗ്മയിൽ പോളൻ പതിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ദ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ്സ് ഓൺ ദ സ്റ്റിഗ്മ ടു പ്രൊഡ്യൂസ് എ പോളൻ ട്യൂബ് ത്രൂ വൺ ഓഫ് ദ ജേം പോർ. ഇനി എന്ത് ചെയ്യും? ഈ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിലിരുന്ന് ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യും. അതിങ്ങനെ സ്റ്റൈലിലൂടെ വളർന്ന് താഴേക്ക് ഇറങ്ങി വരും. ദ കണ്ടൻസ് ഓഫ് ദ പോളൻ ഗ്രെയിൻ മൂവ് ഇൻ ടു ദ പോളൻ ട്യൂബ്. ഇനി ആ പോളൻ ഗ്രെയിനകത്തുള്ള കണ്ടൻസ്, അതിനകത്തുള്ള ഘടകങ്ങൾ, വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്ത് ചെയ്യും? പോളൻ ട്യൂബിലേക്ക് വരും. പോളൻ ട്യൂബ് ഗ്രോസ് ത്രൂ ദ ടിഷ്യൂസ് ഓഫ് ദ സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ ആൻഡ് റീച്ചസ് ദ ഓവറി. ഇനി പോളൻ ട്യൂബ് എന്ത് ചെയ്യുന്നു? സ്റ്റിഗ്മയിലെ ടിഷ്യൂസിലൂടെ സ്റ്റൈലിലൂടെ വളർന്ന് എവിടെ എത്തും? ഓവറിയിലെത്തും. പോളൻ ഗ്രെയിൻസ് ആർ ഷെഡ് അറ്റ് 2-celled കണ്ടീഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു, പോളൻ ഗ്രെയിൻ പഠിച്ചപ്പോഴത്തേക്ക് പറഞ്ഞില്ലേ, സാധാരണ ഒരു 60% ആൻജിയോസ്പേംസിലും പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യുന്നത് 2-celled സ്റ്റേജിലാണ്. അതായത് ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും. ഓർമ്മയുണ്ടോ? അങ്ങനെ 2-celled കണ്ടീഷനിലാണ് സാധാരണ ഒരു 60% ആൻജിയോസ്പേംസിലും പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യുന്നത്. In such plants, the generative cell divides and form 2 male gametes. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സിൽ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമേറ്റായിട്ട് മാറും. മനസ്സിലായില്ലേ? ഇനി 3-celled കണ്ടീഷനുണ്ട്. ചില പ്ലാന്റ്സിൽ പോളൻ ഗ്രെയിൻ ഷെഡ് ചെയ്യുന്ന 3-celled കണ്ടീഷനിലാണ്. അപ്പോൾ ഓൾറെഡി ആ പോളൻ ട്യൂബിനകത്ത് എന്തുണ്ടാവും? 2 മെയിൽ ഗാമേറ്റ്സ് ആദ്യം തന്നെ കാണും. മനസ്സിലായില്ലേ? ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ 2-celled കണ്ടീഷനാണെങ്കിൽ സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻസ് പതിച്ചു കഴിഞ്ഞ് അത് അവിടെ ഇരുന്ന് ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് ഉണ്ടാവുന്നു. അതിനകത്ത് 2 സെൽസ്, അതായത് ജനറേറ്റീവ് സെല്ലും വെജിറ്റേറ്റീവ് സെല്ലും ഫോം ചെയ്യുന്നു. പിന്നീട് ആ ജനറേറ്റീവ് സെല്ലാണ് എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? 2 മെയിൽ ഗാമേറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി 3-celled കണ്ടീഷനിലാണ് ഷെഡ് ചെയ്യുന്നതെങ്കിൽ പോളൻ ട്യൂബിനകത്ത് ഓൾറെഡി ആദ്യമേ തന്നെ 2 മെയിൽ ഗാമേറ്റ്സ് ഉണ്ടാവും. ഓക്കെ. Then pollen tube after reaching the ovary enters the ovule through the micropyle and then enters one of the synergids through the filiform apparatus. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോപൈൽ എന്താണെന്നും അതുപോലെ സൈനർജിഡ്സ് എന്താണെന്നും ഫിലിഫോം അപ്പാരറ്റസ് എന്താണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? അപ്പോൾ പോളൻ ട്യൂബ് എന്ത് ചെയ്യുന്നു? ഓവറിക്കകത്ത് എത്തുകയും ഓവ്യൂളിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ത്രൂ ദ മൈക്രോപൈൽ. മൈക്രോപൈലിലൂടെ ഓവ്യൂളിനുള്ളിലേക്ക് പ്രവേശിക്കും. ദെൻ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫങ്ഷൻ എന്താണ്? അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിലിഫോം അപ്പാരറ്റസ് പ്രസൻറ്റ് അറ്റ് ദ മൈക്രോപൈലർ പാർട്ട്
of the synergids guides the entry of pollen tube. അതായത് ഈ പോളൻ ട്യൂബിനെ നേരെ ഓവറിക്കകത്തേക്ക് നയിക്കുന്നത് ആരാണ്? ഫിലിഫോം അപ്പാരറ്റസ് ആണ്. ഒരിക്കലാണ്ട് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, അന്ന് ഓർത്തോളുക. All these events from the pollen deposition on the stigma until pollen tubes enter the ovule are together referred to as pollen pistil interaction. അപ്പോൾ ആദ്യം തൊട്ട്, അതായത് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അത് അവിടെ ഇരുന്ന് വളർന്ന് പോളൻ ട്യൂബായിട്ട് സ്റ്റൈലിലൂടെ താഴേക്ക് വരുന്നു, ഓവറിക്കകത്തേക്ക് പ്രവേശിക്കുന്നു. ഇതുവരെയുള്ള സംഭവങ്ങൾ, ആ അത്രയും സംഭവങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. All these events from the pollen deposition on the stigma until pollen tube enter the ovule are together referred to as pollen pistil interaction. Okay. ഇനി അടുത്തത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ആണ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് വൺ ഓഫ് ദ മേജർ അപ്രോച്ചസ് ഓഫ് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. ഇപ്പോൾ കാർഷിക രംഗത്ത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് അനുയോജ്യമാണ് എന്ന് തോന്നുന്ന പ്ലാന്റ്സിനെ സെലക്ട് ചെയ്ത്, മദർ പ്ലാന്റ്സ് അല്ലെങ്കിൽ പേരൻ്റൽ പ്ലാന്റ്സിനെ സെലക്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് സ്റ്റേമൻസ് കളക്ട് ചെയ്ത് അതിനെ ഒരു പ്രത്യേക രീതിയിൽ വളർത്തിയെടുക്കും. അത് ഞാൻ പറഞ്ഞുതരാം. In such crossing experiments, it is important to make sure that only the desired pollens are used for pollination and the stigma is protected from contamination from unwanted pollen. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പോളിനേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ പ്രകൃതിയിൽ നടക്കുന്ന പോളിനേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ബട്ടർഫ്ലൈസ്, ബീസ്, അപ്പോൾ ഇവരെല്ലാമാണ് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ഫ്ലവർ അല്ലെങ്കിൽ ഒരു സ്പീഷീസിൽപ്പെട്ട ഫ്ലവറിൽ നിന്ന് മാത്രം ഇവർ പോളൻ ഗ്രെയിൻസ് എടുക്കണമെന്നുണ്ടോ? ഇല്ല, വ്യത്യസ്ത തരത്തിലുള്ള പൂക്കളിലാണ് ഇവർ സന്ദർശിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പല സ്പീഷീസിൽപ്പെട്ട പോളൻ ഗ്രെയിൻസ് ഇവരുടെ ദേഹത്ത് പറ്റി പിടിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള, നമുക്ക് ആവശ്യമുള്ള പോളൻ ഗ്രെയിൻസിനെ മാത്രം എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റിഗ്മയിൽ പതിപ്പിക്കാൻ പറ്റും. അതാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് മേക്ക് ഷുവർ ദാറ്റ് only the desired pollen grains are used for pollination and the stigma is protected from contamination. മീൻസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം അൺവാണ്ടഡ് പോളൻ, വേണ്ടാത്ത അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റോങ് ടൈപ്പ് പോളനിൽ നിന്നും സ്റ്റിഗ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. അതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നതെന്നാണ് നോക്കുന്നത്. If the female parent bears bisexual flowers, removal of anthers from the flower bud before the anther dehisces using a pair of forceps is necessary. അപ്പോൾ ഫീമെയിൽ പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബൈസെക്ഷൽ ഫ്ലവേഴ്സാണ്. ആ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് അറിയാമല്ലോ, ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്തു നിന്ന് എന്ത് ചെയ്യുന്നറിയാവോ? ആന്തേഴ്സ് റിമൂവ് ചെയ്യും. ആന്തേഴ്സ് റിമൂവ് ചെയ്യണത് വെറുതെ കൈ കൊണ്ടിങ്ങ് പിച്ചെടുക്കുമല്ല, അതൊരു ഫോഴ്സപ്സ് ഉപയോഗിച്ച് ആന്തേഴ്സിനെ വളരെ ശ്രദ്ധയോടെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. ആൻഡ് ദിസ് സ്റ്റെപ്പ് ഈസ് നോൺ ആസ് ഇമാസ്കുലേഷൻ. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഇമാസ്കുലേഷൻ. ദെൻ വാട്ട് ഈസ് ഇമാസ്കുലേഷൻ? ദ റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം ദ ഫ്ലവർ ബട്ട് ബിഫോർ ദ ആന്തർ ഡിഹൈസസ്. അപ്പോൾ ആന്തർ ഡിഹൈസ് ചെയ്യുന്നതിന് മുന്നേ, അതായത് ഇത് മെച്ചുറായി പൊട്ടുമല്ലോ, അതിന് മുന്നേ, അതായത് ബഡ് കണ്ടീഷനിലാണ്. പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആന്തർ ഡിഹൈസ് ചെയ്യും. അപ്പോൾ ബഡ് കണ്ടീഷനിൽ ഇതിനകത്തുനിന്ന് നമ്മൾ ആന്തേഴ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇമാസ്കുലേഷൻ. ദ റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം ദ ഫ്ലവർ ബഡ് ബിഫോർ ദ ആന്തർ ഡിഹൈസസ് ഇസ് കാൾഡ് ഇമാസ്കുലേഷൻ.
Then emasculated flowers have to be covered with a bag of suitable size. Generally it is made up of butter paper to prevent contamination of its stigma with unwanted pollen. ഇനി എന്ത് ചെയ്യുന്നറിയാവോ, ഈ ഇമാസ്കുലേറ്റഡ് ഫ്ലവേഴ്സിനെ ഒരു പോളിത്തീൻ ബാഗോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഉപയോഗിച്ച് കവർ ചെയ്യും. എന്തിനാണെന്നറിയാവോ, ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് ഇറ്റ്സ് സ്റ്റിഗ്മ വിത്ത് അൺവാണ്ടഡ് പോളൻ. അപ്പോൾ വേണ്ടാത്ത സ്പീഷീസിൽപ്പെട്ട പൂക്കളുടെ പോളൻ ഗ്രെയിൻസ് ഒന്നും വന്ന് ഈ സ്റ്റിഗ്മയിൽ പതിക്കാതിരിക്കാൻ വേണ്ടി ഈ ഇമാസ്കുലേഷൻ നടത്തിയ ഫ്ലവേഴ്സിനെ എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നു. ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ പോളിത്തീൻ കവറോ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, കവർ ചെയ്ത് വയ്ക്കും. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കാൾഡ് ബാഗിങ്. ഇതിന് പറയുന്ന പേരാണ് ബാഗിങ്. ഇപ്പോൾ 2 ടേംസ് പറഞ്ഞു, ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ്. ഇത് എപ്പോഴും എക്സാമിന് ഇങ്ങനെ ചോദിക്കുന്നതാണ് കേട്ടോ, ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ്. വെൻ ദ സ്റ്റിഗ്മ ഓഫ് ബാഗ്ഡ് ഫ്ലവർ attains receptivity, mature pollen grains collected from anthers of the male parent and dusted on the stigma. അപ്പം നമ്മൾ ഫീമെയിൽ ഫ്ലവറിനെ എടുത്ത് അതിനകത്തുനിന്ന് ആന്തേഴ്സ് റിമൂവ് ചെയ്തിട്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുന്നു, മെയിൽ പേരൻറ്റിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്ത് നമ്മൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ പതിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഫ്ലവറിനെ വീണ്ടും റീബാഗ് ചെയ്യും. എന്തിനാണ്, മറ്റുള്ള പോളൻ ഗ്രെയിൻസ് വീണ്ടും വന്ന് അതിനകത്ത് പതിക്കാതിരിക്കാൻ വേണ്ടി. മനസ്സിലായില്ല, ഒന്നുകൂടി കവർ ചെയ്ത് വെക്കും. വീണ്ടും പോളൻ ഗ്രെയിൻസ് ആ സ്റ്റിഗ്മയിൽ പതിപ്പിച്ചതിന് ശേഷം വീണ്ടും ഇതിനെ പൊതിഞ്ഞു വയ്ക്കും. ദെൻ ദ ഫ്രൂട്ട്സ് ആർ അലൗഡ് ടു ഡെവലപ്പ്. എന്നിട്ട് അതിനകത്തുണ്ടാകുന്ന ഫ്രൂട്ട്സ് കളക്ട് ചെയ്ത് സീഡ്സ് ശേഖരിക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിലോ, the female parent produces unisexual flowers, there is no need for emasculation. അപ്പോൾ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ഇമാസ്കുലേഷൻ്റെ ആവശ്യമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞത് ഫീമെയിൽ പാരൻറ്റ് പ്രൊഡ്യൂസ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. അങ്ങനെയാണെങ്കിലേ എന്ത് റിമൂവ് ചെയ്യേണ്ടി, ആന്തേഴ്സ് റിമൂവ് ചെയ്യേണ്ടി. ഇപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ there is no need for emasculation. The female flower buds are bagged before the flowers ഓപ്പൺ. അപ്പോൾ ഫ്ലവർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്ത് വെച്ചാൽ മതി, ആ ഫീമെയിൽ ഫ്ലവേഴ്സിനെ ബാഗ് ചെയ്ത് വെച്ചാൽ മതി, മൂടി വെച്ചാൽ മതി. വെൻ ദ സ്റ്റിഗ്മ ബിക്കംസ് റെസെപ്റ്റീവ്, പോളിനേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ യൂസിങ് ദ ഡിസയേർഡ് പോളൻ ആൻഡ് ഫ്ലവർ ഈസ് റീബാഗ്ഡ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു, ഡിസയേർഡ് പോളനെ സെലക്ട് ചെയ്ത് ഇവിടെ സ്റ്റിഗ്മയിൽ പതിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും അതിനെ കെട്ടിവെക്കുന്നു. അപ്പോൾ ഇതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻജിയോസ്പോംസിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നും പറഞ്ഞ്. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻസ് അവിടെ ഇരുന്ന് ജെർമിനേറ്റ് ചെയ്യുന്നു, പോളൻ ട്യൂബ് വളരുന്നു, സ്റ്റൈലിലൂടെ വന്ന് ഓവറിക്കകത്ത് പ്രവേശിക്കും. ആ സമയത്ത് ഈ പോളൻ ട്യൂബിനകത്ത് 2 മെയിൽ ഗ്യാമേറ്റ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. One of the male gametes move towards the egg cell and fuses with its nucleus, thus completing the syngamy. അപ്പോൾ പോളൻ ട്യൂബിനകത്ത് 2 മെയിൽ ഗ്യാമേറ്റ്, അതായത് ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗ്യാമേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ മെയിൽ ഗ്യാമേറ്റ് പോളൻ ട്യൂബിലൂടെ വന്ന് എവിടെ പ്രവേശിക്കും, ഓവറിക്കകത്ത് പ്രവേശിക്കും. അപ്പോൾ ഓവറിക്കകത്ത് എന്തുണ്ട്, എഗ്ഗ് സെല്ലുണ്ട് അല്ലേ. എഗ്ഗ് സെൽ നമ്മൾ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ വൺ ഓഫ് ദ മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസസ് വിത്ത് എഗ്ഗ് സെൽ ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് സിംഗമി. അപ്പോൾ മെയിൽ ഗ്യാമേറ്റും എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സിംഗമി. ദിസ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ഡിപ്ലോയിഡ് സെൽ കാൾഡ് സൈഗോട്ട്. ഇത് നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എഗ് സെല്ലും എഗ്ഗ് സെല്ലും ദെൻ ഒരു മെയിൽ ഗ്യാമേറ്റും കൂടി ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും.
ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സിംഗമി എന്ന് പറയുന്നത്. The other male gamete moves towards the two polar nuclei located in the central cell and fuses with to produce a triploid primary endosperm nucleus or PEN. ഇനി രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റ് എന്ത് ചെയ്യുന്നു? സെൻട്രൽ സെല്ലിനകത്തുള്ള നമ്മുടെ പോളാർ ന്യൂക്ലിയ ഇല്ലേ, സെൻട്രൽ സെല്ലിലുള്ള പോളാർ ന്യൂക്ലിയയുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഒരു ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ്, അതിനെ PEN എന്ന് നമ്മൾ ചുരുക്കി പറയും, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫ്യൂഷൻ, രണ്ട് ഫ്യൂഷനാണ് ഇവിടെ നടക്കുന്നത്, ഇവിടെ എംബ്രിയോ സാക്കിനകത്ത് നടക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സിംഗമി, ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ് അല്ലെങ്കിൽ PEN ഫോം ചെയ്യുന്ന ഫ്യൂഷൻ. അപ്പോൾ ഇവിടെ നോക്കേ, ആ സെക്കൻഡറി ന്യൂക്ലിയസ് അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയ എന്ന് പറയുന്നത് രണ്ട് ന്യൂക്ലിയസ് ആണ്. ആ രണ്ട് ന്യൂക്ലിയസും മെയിൽ ഗ്യാമേറ്റും കൂടി ആവുമ്പോൾ എത്ര ന്യൂക്ലിയസ് ആയി? 3 ന്യൂക്ലിയസ് ആയി അല്ലേ? As this involves the fusion of 3 haploid nuclei, it is termed as triple fusion. അപ്പോൾ 3 ന്യൂക്ലിയസ് തമ്മിൽ ചേരുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് ഇതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ആർ വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻജിയോസ്പേംസ്. സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും ആൻജിയോസ്പേംസിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഓക്കെ, സിൻസ് 2 types of fusion, syngamy and triple fusion takes place in an embryo sac, the phenomenon is termed as double fertilization. അപ്പോൾ സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും നടക്കുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് ദ യുണിക് ഇവൻറ്റ് ടു ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒള്ളി ഓർ ആൻജിയോസ്പേംസ് ഒള്ളി. ഇത് ആരുടെ മാത്രം പ്രത്യേകതയാണ്? ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ആൻജിയോസ്പേംസിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ദ സെൻട്രൽ സെൽ ആഫ്റ്റർ ട്രിപ്പിൾ ഫ്യൂഷൻ ബിക്കംസ് എ പ്രൈമറി എൻഡോസ്പേം സെൽ ഓർ PEN and develops the endosperm while the zygote develops into embryo. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അതെന്തായിട്ട് മാറും എന്നറിയാം? പ്രൈമറി എൻഡോസ്പേം സെല്ലായിട്ട് മാറും. ഇനി അല്ലെങ്കിൽ എൻഡോസ്പേം എന്ന് പറയും. എൻഡോസ്പേം സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടെസ്റ്റിൽ നന്നായിട്ടൊന്ന് വായിക്കുക. ഇനി അടുത്തത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സും അതിൻ്റെ സ്ട്രക്ചറുമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.